കംപ്ലീറ്റ് എൻജിൻ വർക്കും കഴിഞ്ഞ 2 വണ്ടികളാണിത്. ഇതിതാ ഒരു 126 കിലോമീറ്ററാണ് ജസ്റ്റ് നമുക്ക് ഓട്ടാൻ ടൈം കിട്ടിയത്. സാധാരണ ഇതിൽ കംപ്ലീറ്റ് എൻജിൻ വർക്കും കഴിഞ്ഞാൽ ആ വണ്ടി നമ്മൾ ഒരു 680-700 കിലോമീറ്റർ ഓട്ടിയതിന് ശേഷമാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് എൻജിൻ വർക്കും കഴിഞ്ഞ ഒരു വണ്ടിയാണെങ്കിൽ നിങ്ങൾ ഒരു 1500 കിലോമീറ്ററിന് മുകളിലേക്ക് തന്നെ അത്രയും കെയർ ചെയ്തിട്ട് സ്പീഡൊക്കെ കുറച്ച് റഫ് കളിയൊന്നും കളിക്കാണ്ട് കൊണ്ടു കിടക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇതേപോലെ ഓവർ സ്പീഡോ റഫ് കളിയോ കളിക്കുന്നുണ്ടെങ്കിൽ അത് വണ്ടീൻ്റെ വർക്കിങ്ങിനെ നല്ല രീതിയിൽ ബാധിക്കും. ചിലപ്പോൾ പിസ്റ്റൺ തന്നെ സ്റ്റക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എൻജിൻ പണി കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ ഒട്ടുമിക്ക 2 സ്ട്രോക്ക് ബൈക്കുമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, എൻജിൻ വർക്ക് കഴിഞ്ഞാൽ എങ്ങനെയാണ് വണ്ടി കൊണ്ടു കിടക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മളിപ്പം ഈ വണ്ടി കസ്റ്റമറിന് കൈമാറിയാൽ തന്നെ ആ കസ്റ്റമർ ജസ്റ്റ് നോക്കുന്നത് പോലെയാണ് വണ്ടീൻ്റെ ലൈഫ് ഉണ്ടാവല്. അപ്പോൾ അവർ അത്രയും പെർഫെക്റ്റായിട്ട് ഈ കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും ആ വണ്ടിക്ക് അത്രയും പെർഫെക്റ്റ് വർക്കിംഗ് ലൈഫും കിട്ടും. പിന്നെ ഈ 2 വണ്ടീൻ്റെ സൈലൻസർ 6 ഹോളല്ല വണ്ടി കൊണ്ടുവരുമ്പോൾ വണ്ടിക്ക് ഉണ്ടായതാണ്. അതിന് തുരുമ്പോൾ വലിയ ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്തിട്ട് എടുത്തതാണ്. പിന്നെ ഇതിൻ്റെ മഫ്ലർ 2 മഫ്ലർ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കിലോമീറ്ററെല്ലാം ആയതിന് ശേഷം ഒന്നും കൂടി ട്യൂൺ ചെയ്തിട്ട് ഇതിനെക്കാട്ടിയും നല്ല ശബ്ദത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ഓടിയതിന് ശേഷം മാത്രമേ നമ്മളിനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. KL07G ബൈക്കിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിൻ്റെ ഓണർ ഒരു 25 ദിവസത്തെ ലീവിന് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 25 ദിവസം ജസ്റ്റ് ഓട്ടാൻ വേണ്ടിയിട്ട് വണ്ടി നമ്മൾ അവരുടെ നാട്ടിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക്, സൈഡ് കവർ, ഫ്രണ്ട് മഡ് ഗാർഡ്, എൻജിൻ്റെ സ്മോൾ കവർ, ഇതിനൊക്കെ ജസ്റ്റ് ഒരു ക്ലിയർ കോട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് വർക്കും മറ്റൊരുപാട് വർക്കും പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് ബൈക്ക് നമ്മളെ കയ്യിലേക്ക് തിരിച്ചു തരും. ആ സമയത്ത് അത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫുൾ റിസ്റ്റോറേഷൻ വീഡിയോ അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.